ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഒരു ഡിബഞ്ചറിൻ്റെ ബൈബാക്ക് ഓഫ് ഡിബഞ്ചേഴ്സ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ബൈബാക്ക് ഓഫ് ഡിബഞ്ചേഴ്സ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ആദ്യത്തെ കേസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ബൈബാക്ക് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അതിൽ ഓരോരോ കേസസ് ആയിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ കേസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഡിബഞ്ചേഴ്സ് റിഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് പർച്ചേസ്ഡ് അറ്റ് പ്രീമിയം. റിഡംഷൻ പ്രീമിയത്തിലും പർച്ചേസ് പ്രീമിയത്തിലുമാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ലോസും ഉണ്ടാവുന്നുണ്ട്, ഒരു പ്രോഫിറ്റും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. Next problem. A limited had issued 50,000 debentures of ₹100 each at par. The debentures are redeemable at a premium at 10%. Out of these debentures, 5,000 debentures were redeemed at ₹110 by purchase of debentures. Pass the journal entry. മൊത്തം നമുക്ക് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു? 50,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ റിഡീം ചെയ്യുന്നത് 5,000 പ്രീമിയത്തിലാണെന്നാണ് നമ്മൾ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 5,000 നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ബൈബാക്ക് ചെയ്തു. എങ്ങനെ? പ്രീമിയത്തിൽ 110 രൂപയ്ക്ക്. അപ്പോൾ പ്രീമിയം തന്നെയാണ്. 100 ഫേസ് വാല്യൂ. 110 രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യുമ്പോൾ അത് പ്രീമിയത്തിലാണ്. 110 രൂപയ്ക്ക് ബൈബാക്ക് ചെയ്തു. നമ്മളോട് ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടും പ്രീമിയത്തിലാണ്. റിഡംഷനും പ്രീമിയത്തിലെ ബൈബാക്കും പ്രീമിയത്തിലെ. നമ്മൾ നേരത്തെ ചെയ്തോളം തന്നെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യാം. റിഡംഷൻ നടത്തുന്ന എമൗണ്ടിൻ്റെ ബൈബാക്ക് ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ 15% കണ്ടുപിടിക്കുക. എത്ര ഡിബഞ്ചേഴ്സാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്? 5,000 ഡിബഞ്ചേഴ്സ് ആണ്. സോ 5,000 ഇൻറ്റു ഫേസ് വാല്യൂ 100 ആണ് ഇൻറ്റു 15%. എത്ര കിട്ടും? 75,000 ആണ് കിട്ടുക. അത്രയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരിക. സോ ജേർണൽ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ 75,000 കൊടുത്തു. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 75,000. അടുത്ത എന്താണ്? ഈ മൊത്തം ഫേസ് വാല്യൂവിൻ്റെ 25% നമ്മൾ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് മൊത്തം ഫേസ് വാല്യൂ എത്രയാണ്? 50,000 ഡിബഞ്ചേഴ്സ് ആണ് 100 രൂപ വെച്ച്. സോ 50,000 ഇൻറ്റു 100 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 25% ഇൻറ്റു 25%. എത്ര കിട്ടും? 12,50,000 ആണ് കിട്ടുക. ജേർണൽ എൻട്രി P&L അക്കൗണ്ട് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 12,50,000 നമ്മൾ റിസർവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതാം. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ നേരത്തെ പഠിച്ച ജേർണൽ എൻട്രി എഴുതാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ച ജേർണൽ എൻട്രി. അപ്പോൾ അതിലെ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്തെന്ന് എഴുതണം? നമ്മുടെ ഫേസ് വാല്യൂ എഴുതണം. എത്ര ഡിബഞ്ചേഴ്സ് ആണ്? 5,000 ഡിബഞ്ചേഴ്സ് ആണ്. ഫേസ് വാല്യൂ 100 ആണ്. സോ 5,000 ഇൻറ്റു 100 5 lakhs rupees നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ എഴുതി. അടുത്ത എന്താണ്? പ്രീമിയം ഓൺ റിഡംഷൻ. ഈ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഈ ഫേസ് വാല്യൂവിൻ്റെ എത്ര ശതമാനമാണ് പ്രീമിയം കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്? 5% ആണ് നമ്മൾ പ്രീമിയം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ 5 lakhsൻ്റെ 5%. 5 lakhsൻ്റെ 5% വരുന്നത് 25,000 ആണ്. 5 lakhs എങ്ങനെ കിട്ടിയത് മനസ്സിലായി? നമ്മൾ 5 lakhs ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യണമല്ലോ. അതിൻ്റെ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം ആണ് നമ്മൾ കാണണ്ടോ. സോ 5 lakhsൻ്റെ 5% 25,000 നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ്റെ നേരെ എഴുതി. അടുത്തത് ലോസ് ഓൺ റിഡംഷൻ ആണ്. ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ എത്രയാണോ നമ്മൾ പ്രീമിയം കൊടുക്കുന്നത്? എത്രയാണ് പ്രീമിയം കൊടുക്കുന്നത്? 100 റുപ്പീസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 110 റുപ്പീസിനാണ്. 10 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അതാണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. എത്ര ഡിബഞ്ചേഴ്സ് ആണ്? 5,000 ഡിബഞ്ചേഴ്സ്. സോ 5,000 ഇൻറ്റു 10 50,000 ആണ് നമുക്ക് വന്നിരിക്കുന്ന ലോസ്. അപ്പോൾ നേരത്തെ പ്രീമിയം റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 5 lakh rupees ഇപ്പോൾ തന്നെ മേടിച്ചത് കൊണ്ട് നമ്മൾ അതിൻ്റെ റിഡംഷൻ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രീമിയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് 5 lakhsൻ്റെ 5% ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 25,000 സേവ് ചെയ്തു. അതേസമയം ഇവിടെ നമ്മൾ റിഡംഷൻ ബൈബാക്ക് ചെയ്യണത് എത്ര രൂപയ്ക്കാണ്? 110 റുപ്പീസിനാണ്. 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വാങ്ങണു. അപ്പോൾ നമുക്ക് 10 രൂപ നഷ്ടം വരുന്നുണ്ട്. എത്ര ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യണത്? 5,000 ഡിബഞ്ചേഴ്സ് ആണ്. സോ 5,000 ഇൻറ്റു 10 50,000 ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്? 110 റുപ്പീസ് കൊടുത്തിട്ടാണ് ബൈബാക്ക് ചെയ്യണത്.
അപ്പോൾ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് 5000 ആണ്. 5000 ഇൻറ്റു 110 5,50,000 കിട്ടി. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം ഓൺ റിഡംഷൻ തന്നെ, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 25,000. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ജേർണൽ എൻട്രി വന്നത്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 5 lakh, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 25,000, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 50,000, ടു ബാങ്ക് 5,50,000, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ 25,000. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ റിഡംഷൻ സമയത്തുള്ള പ്രീമിയവും, ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് സമയത്തുള്ള പ്രീമിയവും. അതാണ് നമുക്ക് അവിടെ വന്നത്. ഇനി നമുക്ക് അടുത്ത് എന്താ നോക്കേണ്ടത്? ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നമ്മൾ നോക്കണം. ഇനി നമുക്ക് അവിടെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കമ്പയർ ചെയ്യുക. ലോസ് വന്നിരിക്കുന്നത് 50,000 ആണ്, പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 25,000. അപ്പോൾ പ്രോഫിറ്റ് 25,000 ഉള്ളൂ, പക്ഷേ ലോസ് 50,000 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് മൊത്തം നെറ്റ് റിസൾട്ടിൽ എന്താ വന്നിരിക്കുന്നത്? ലോസ് ആണ് വന്നിരിക്കുന്നത്. കാരണം പ്രോഫിറ്റ് വളരെ കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ് നമുക്ക് വന്നിരിക്കുന്ന നഷ്ടം. അപ്പോൾ ലോസിൻ്റെ ജേർണൽ എൻട്രി എഴുതണം. എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ഓൺ അതാണ് നമ്മൾ നേരത്തെ ലോസ് ആണെങ്കിൽ നമ്മൾ പഠിച്ച ജേർണൽ എൻട്രി. അതിൽ പ്രോഫിറ്റിൻ്റെ നേരെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രോഫിറ്റ് ചെയ്താൽ 25,000, ലോസിൻ്റെ നേരെ ലോസ് എഴുതാൽ 50,000. അത് തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എവിടെ എഴുതണം? ക്യാപിറ്റൽ റിസർവിലേക്ക് എഴുതണം. അതായത് നമുക്ക് മൊത്തം നമുക്ക് 50,000 റുപ്പീസ് നഷ്ടം ഉണ്ടായി. അതിൽ 25,000 നമ്മൾ അപ്പോൾ തന്നെ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്ത് ബാക്കി വരുന്ന 25,000 നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്തു. അങ്ങനെയാണ് വന്നത്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ബാക്കിയുള്ളത് ക്യാപിറ്റൽ റിസർവിലേക്ക്, കുറച്ച് എമൗണ്ട് ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു, ബാക്കിയുള്ളത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പോലെ തന്നെ ഇതിൽ നമുക്ക് ലോസ് ഉണ്ടായി. ആ ലോസ് കുറച്ച് നമ്മൾ ആ വർഷം അതിൽ നിന്ന് ഉണ്ടാക്കിയ പ്രോഫിറ്റ് എടുത്തിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് ബാക്കിയുള്ളത് ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ഉപയോഗിച്ചു. സോ ജേർണൽ എൻട്രി പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 25,000, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 25,000, ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 50,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലോസ് ആണെങ്കിൽ നമുക്ക് വരിക. അപ്പോൾ നമ്മളൊരു പ്രോഫിറ്റിൻ്റെയും പ്രോബ്ലം ചെയ്തു, ഒരു ലോസിൻ്റെയും പ്രോബ്ലം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. എ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 5,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each at par. The debentures are redeemable at a premium of 10%. ഇഷ്യൂ ചെയ്ത പാറിലായിരുന്നു, അതിന് റിഡംഷൻ പറഞ്ഞിരുന്നത് പ്രീമിയം 10% പ്രീമിയത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഔട്ട് ഓഫ് ദി ഡിബഞ്ചേഴ്സ് ഫേസ് വാല്യൂ ഓഫ് ₹1 lakh ആർ ടു ബി റെഡീംഡ് അറ്റ് ₹115 ബൈ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. അതിൽ നമ്മൾ 5,000 ഡിബഞ്ചേഴ്സ് 100 rupees വെച്ച് മൊത്തം നമുക്ക് 5 lakhs ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 1 lakh ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? റിഡീം ചെയ്തു, ബൈബാക്ക് ചെയ്തു അറ്റ് ₹115. അതും പ്രീമിയത്തിലാണ് നമ്മളോട് ജേർണൽ എൻട്രി പാസ്സാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിഡംഷൻ സമയത്ത് നമ്മൾ പ്രീമിയം ആണ് പറഞ്ഞിരുന്നത്. നേരത്തെ കൂട്ടി ബൈബാക്ക് ചെയ്തത് കൊണ്ട് ആ പ്രീമിയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ നമ്മൾ ബൈബാക്ക് ചെയ്തതും പ്രീമിയത്തിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റും ഉണ്ടായി, ഇവിടെ ഒരു ലോസും ഉണ്ടായി. നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ച 6th കേസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രികൾ എഴുതാൻ തുടങ്ങാം. ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ജേർണൽ എൻട്രി പാസ്സാക്കുക. ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുക. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്തത്? 1 lakh എമൗണ്ട് ആണ്. ആ 1 lakhൻ്റെ 15% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15,000 കിട്ടും. അത്രയ്ക്ക് എമൗണ്ട് ഉള്ള പർച്ചേസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. സോ ജേർണൽ എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് 15,000 ടു ബാങ്ക് അക്കൗണ്ട് 15,000. ഇനി അടുത്ത് എന്താണ്? DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ടോട്ടൽ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 25%. എത്രയാണ്? 5,000 ഡിബഞ്ചേഴ്സ് ആണ് 100 rupees വെച്ചിട്ട്. അതിൻ്റെ 25% എന്ന് പറയുന്നത് 1,25,000 ആണ്. സോ ജേർണൽ എൻട്രി എഴുതാം. ഈ എമൗണ്ട് എവിടെ നിന്ന് കണ്ടെത്തണം? ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന്. സോ ജേർണൽ എൻട്രി P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1,25,000. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പാസ്സാക്കേണ്ട 2 ജേർണൽ എൻട്രി എഴുതി. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് എഴുതാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ജേർണൽ എൻട്രി എഴുതാം. നേരത്തെ എഴുതിയത് തന്നെ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ അക്കൗണ്ട് എന്ന് എഴുതി.
അതിൽ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ ഫേസ് വാല്യൂ എത്ര രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ റിഡീം ചെയ്തത് ബൈബാക്ക് ചെയ്തത് 1 lakh ആണ്. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ ഫേസ് വാല്യൂ ആയ 1 lakh എഴുതി. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ. നമ്മൾ റിഡംഷൻ സമയത്ത് എത്ര പെർസെൻറ്റേജ് പ്രീമിയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10% ആണ്. അപ്പോൾ നമ്മൾ ആ മൊത്തം 5 lakhs 1 lakh മാത്രമേ നമ്മൾ ബൈബാക്ക് ചെയ്തുള്ളൂ. ആ 1 lakhൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം എത്രയായിരിക്കും? 1 lakhൻ്റെ 10% എത്ര വരും? 10,000 വരും. ദെൻ ലോസ് ഓൺ റിഡംഷൻ. ലോസ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൽ ബൈബാക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടായ നഷ്ടം. നമ്മൾ ഫേസ് വാല്യൂന് വാങ്ങിയാൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്തത്. അപ്പം ഉണ്ടായ നഷ്ടമാണ്. എത്ര രൂപയ്ക്കാണ്? 100 രൂപ വിലയുള്ള ഡിബഞ്ചർ നമ്മൾ ബൈബാക്ക് ചെയ്തത് 115 റുപ്പീസിനാണ്. അതായത് ഒരു ഡിബഞ്ചറിന് 15 റുപ്പീസ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ബൈബാക്ക് ചെയ്തത്. അപ്പോൾ ഒരു ഡിബഞ്ചറിന് 15 റുപ്പീസ് വെച്ചിട്ട് എത്ര ഡിബഞ്ചേഴ്സ് ഉണ്ട്? മൊത്തം 1 lakh ഡിബഞ്ചേഴ്സ് ഡിവൈഡഡ് ബൈ 100. എന്നാൽ മൊത്തം വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്പർ ഓഫ് ഫേസ് വാല്യൂവിനെ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് കിട്ടുക. സോ 1 lakh ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എത്രയാണ് നഷ്ടം? 15 ആണ്. 1 lakh ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 15 നമുക്ക് എത്ര കിട്ടും? 15,000 കിട്ടും. അതാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് വന്നിരിക്കുന്നത് 15,000. ദെൻ ടു ബാങ്ക്. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോയി? ഇതുപോലെ തന്നെ 115 റുപ്പീസാണ് പോയത്. അപ്പോൾ നമ്മൾ റിഡംഷൻ ബൈബാക്ക് ചെയ്ത എമൗണ്ട് എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്തേക്കുന്നത്? 1 lakh ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 115. അതായത് നമ്മൾ 1 lakh വെറുത്തുള്ളതാണ്, പക്ഷേ അതിന് 150 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,15,000 ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാഷ്. സോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരെ എഴുതി 1,15,000. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. നമ്മൾ നേരത്തെ പ്രീമിയം ഓൺ റിഡംഷൻ തന്നെയാണ് നമ്മളുണ്ടായ പ്രോഫിറ്റ്. കാരണം നമുക്കത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമുക്കത് പ്രോഫിറ്റ് ആണ്. ആ എമൗണ്ട് തന്നെ എഴുതുക 10,000. അപ്പോൾ ഇതാണ് ജേർണൽ എൻട്രി വരിക. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 1 lakh, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 10,000, ലോസ് ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 15,000, to bank account 1,15,000, to profit on redemption account 10,000. അത് എഴുതി. ഇനി അടുത്ത് എന്താണ്? ഇനിയാണ് ബുദ്ധിമുട്ടുള്ള ഒരു ജേർണൽ എൻട്രി വരുന്നത്. ആദ്യം നമ്മൾ എന്ത് നോക്കണം? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കണം. അതായത് നമുക്ക് ഒരു സ്റ്റേജിൽ നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്, ഒരു സ്റ്റേജിൽ നമുക്ക് ലോസും കിട്ടുന്നുണ്ട്. അത് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 10,000 ആണ്. ലോസ് വന്നിരിക്കുന്നത് 15,000 ആണ്. അപ്പോൾ 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയവർക്ക് നമുക്ക് എത്ര രൂപ നഷ്ടമായി? 15,000 റുപ്പീസ് നഷ്ടമായി. അപ്പോൾ നെറ്റ് റിസൾട്ടിൽ നമുക്ക് ലോസ് ആണ്. 10,000 പ്രോഫിറ്റും 15,000 ലോസ് ആകുമ്പോൾ നെറ്റ് റിസൾട്ടിൽ നമുക്ക് 5,000 റുപ്പീസ് ലോസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ജേർണൽ എൻട്രികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു ജേർണൽ എൻട്രി, ലോസിനാണെങ്കിൽ ഒരു ജേർണൽ എൻട്രി. അപ്പോൾ ലോസിൻ്റെ ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അതാണ് ലോസ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ജേർണൽ എൻട്രി. അതിലെ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന് നേരെ നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റ് എത്രയാണ്? 10,000 എന്ന് എഴുതി. ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ ലോസ് ആയ 15,000 എന്ന് എഴുതി. ഇത് രണ്ടിൻ്റെയും ബാലൻസിങ് ഫിഗർ നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൻ്റെ നേരെ എഴുതി 5,000. അപ്പോൾ നമുക്ക് എന്ത് ജേർണൽ എൻട്രി കിട്ടി? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ 10,000, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 5,000, ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 15,000. അപ്പോൾ അതാണ് ലോസ് ആയത്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചെയ്ത ജേർണൽ എൻട്രി എഴുതണമായിരുന്നു. പക്ഷേ ഇവിടെ ലോസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് ലോസിൻ്റെ തന്നെയാണ് നമുക്ക് ജേർണൽ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ ഈ മൂന്നാമത്തെ ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഏതാണ് ജേർണൽ എൻട്രി നമുക്ക് എഴുതേണ്ടതായിട്ട് വരിക അത് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ബൈബാക്ക് ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ദാറ്റ് ഈസ് ബൈബാക്ക് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. നമ്മൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായി ഇതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയിട്ട് 6 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതിൽ ഒന്നാമത്തെ കേസിന് മാത്രമേ പ്രോബ്ലം ഇല്ലാത്തതുള്ളൂ. അതായത് റിഡീമബിൾ അറ്റ് പാറും പേർച്ചേസ്ഡ് അറ്റ് പാറും. ജസ്റ്റ് ഒരു സിമ്പിൾ ജേർണൽ എൻട്രി എഴുതിയാൽ മതി. അതായത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് റിഡീമബിൾ പ്രീമിയവും പേർച്ചേസ്ഡ് അറ്റ് പാറിലും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ കേസ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കേസ് റിഡീമബിൾ അറ്റ് പാർ പേർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട്. അതും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കേസാണ്.
ദെൻ നാലാമത്തത് റെഡീമബിൾ അറ്റ് പ്രീമിയം ആൻഡ് പെർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട്. അതും നമ്മൾ രണ്ട് കേസിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ്, രണ്ട് സ്റ്റെപ്പിൽ. ദെൻ അഞ്ചാമത്തെ കേസ് റെഡീമബിൾ അറ്റ് പാർ ആൻഡ് പെർച്ചേസ്ഡ് അറ്റ് പ്രീമിയം. അത് നമ്മൾ ലോസ് ഉണ്ടാക്കുന്ന ഒരു കേസാണ്. ആൻഡ് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക, എല്ലാതും കൂടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു കേസിൻ്റെ പ്രോബ്ലം ആയിരിക്കും വരിക. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. നേരത്തെ എന്തായിരുന്നു? ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ്. നമ്മൾ ബൈബാക്ക് ചെയ്ത് അപ്പം തന്നെ ആ ഒരു അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെയല്ല. purchase of debentures for investment. അതെന്താണെന്ന് നോക്കാം. A company may purchase its own debentures for investment. The debentures so purchased are kept alive and are treated as investment. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മെത്തേഡ് പ്രകാരം ഒരു ഡിബഞ്ചർ ബൈബാക്ക് ചെയ്ത് അതോടുകൂടിയിട്ട് നമ്മുടെ ആ ഡിബഞ്ചർ എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എ എന്ന് പറഞ്ഞൊരു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് വന്നപ്പോൾ അത് ഞാൻ മേടിച്ചിട്ട് ആ അക്കൗണ്ട് എൻ്റെ സ്വന്തം ഡിബഞ്ചർ ആയിരുന്നു. എൻ്റെ കമ്പനിയുടെ ഡിബഞ്ചർ തന്നെയാണ്. പക്ഷെ അത് ഞാൻ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നില്ല, അത് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ അക്കൗണ്ടിന് വിളിക്കുന്ന പേര് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ചെയ്യാറില്ലേ, അതുപോലെ ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അത് കാണിക്കുകയാണ് ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത് ഡിബഞ്ചേഴ്സ് ഫോർ പർച്ചേസ് കെപ്റ്റ് അലൈവ്. അതായത് നമ്മൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നില്ല, അതിൻ്റെ പേരൊന്നും മാറ്റുന്നുണ്ട്. ഇത്രയും നാളും 7% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ 8% ഡിബഞ്ചേഴ്സ് ആണ് പറയാം. പക്ഷേ ഇത് ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെന്താ പറയുകയെന്ന് വെച്ചാൽ ഓൺ ഡിബഞ്ചേഴ്സ് എന്നാണ് പറയുക. അതുപോലെ നമ്മൾ സാധാരണ നമ്മുടെ ഡിബഞ്ചറുകളൊക്കെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുക. പക്ഷേ ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് തിരിച്ചു വാങ്ങിയത് കൊണ്ട് അത് നമുക്ക് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഏത് സൈഡിൽ കാണിക്കണം? അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ കാണിക്കേണ്ടതായിട്ട് വരും. ഇൻ ഫ്യൂച്ചർ ദേ മേ ബി ക്യാൻസൽഡ് ഓർ റീഇഷ്യൂഡ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, ഇനി ഫ്യൂച്ചറിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റീഇഷ്യൂ. നമുക്ക് ഇപ്പോൾ തൽക്കാലം അതെൻ്റെ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഫണ്ടിന് ഷോർട്ടേജ് ഒന്നുമില്ല, കുറച്ച് എക്സസ് ഫണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിത് ബൈബാക്ക് ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ, ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഡിബഞ്ചർ എന്ന രീതിയിൽ നമുക്ക് വേറെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫണ്ട് റിക്വയർമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാം. അതിന് ജേർണൽ എൻട്രി ഉണ്ട്, അതാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ആഫ്റ്റർ ക്യാൻസലേഷൻ ദ ഡിബഞ്ചർ ലൈബിലിറ്റി ഈസ് റെഡ്യൂസ്. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അന്ന് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 2020 ഞാൻ ബൈബാക്ക് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഞാൻ കെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2022 അത് ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈബിലിറ്റി ഇപ്പോൾ 5 lakhs rupees ഡിബഞ്ചർ ആണ് ഞാൻ 2020 ബൈബാക്ക് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഡിബഞ്ചർ എമൗണ്ട് അപ്പോഴൊന്നും കുറയുന്നില്ല. സാധാരണ നമ്മൾ കഴിഞ്ഞ മെത്തേഡിലൊക്കെ ഇപ്പോൾ 5 lakhs നമ്മൾ കഴിഞ്ഞ ചെയ്ത പ്രോബ്ലത്തിൽ എന്താ ചെയ്തത്? 5 lakhs ഡിബഞ്ചേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ 1 lakh ബൈബാക്ക് ചെയ്തു. ആ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡിബഞ്ചർ ലൈബിലിറ്റി എത്രയായിട്ട് കുറഞ്ഞു? 5 lakhsൽ നിന്ന് 1 lakh കുറഞ്ഞ് 4 lakh ആയിട്ട് കുറഞ്ഞിട്ടാണ് ഇരിക്കുക. പക്ഷേ ഇതിലങ്ങനെ സംഭവിക്കില്ല. നമ്മൾ എന്നാണോ ഇപ്പോൾ അത് മേടിക്കണം, ബൈബാക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഡിബഞ്ചറിൻ്റെ ബാലൻസ് എത്ര തന്നെയാണ്? 5 lakhs തന്നെയാണ്. അത് കറസ്പോണ്ടിങ് ആയിട്ട് എവിടേക്ക് പോവും? അസറ്റ് സൈഡിലേക്ക് ഓൺ ഡിബഞ്ചർ എന്ന ഹെഡ്സിലാണ് കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2022 ഞാനിത് ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചാൽ അന്നാണ് ഈ 1 ലക്ഷം മൊത്തം 5 lakhsൽ നിന്ന് ഈ 1 lakh എമൗണ്ട് കുറയ്ക്കുള്ളൂ. എന്നാണോ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് അന്ന് ആ എമൗണ്ട് കുറയും. ദെൻ ഡിബഞ്ചേഴ്സ് പർച്ചേസ്ഡ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ നോൺ ആസ് ഓൺ ഡിബഞ്ചേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് ബൈബാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെറും ഡിബഞ്ചർ എന്ന് എഴുതിയാൽ പോരാ, ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് എഴുതണം. ആൻഡ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഹെഡിൻ്റെ അണ്ടറിലാണ് ഇത് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് വിൽ ബി എ ഇൻകം ടു ദി കമ്പനി. അപ്പോൾ ഇത് നമ്മൾ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്തിട്ടില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റും കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 2020 ഞാനത് ബൈബാക്ക് ചെയ്തു. ഞാൻ എന്നാ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ? 2022 ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 21 ഇൻട്രസ്റ്റും 22 ഇൻട്രസ്റ്റും നമുക്ക് കിട്ടും. അതൊരു ബിസിനസ് ഇൻകം ആയിട്ട് നമുക്ക്
ട്രീറ്റ് ചെയ്യാനും പറ്റും. കാരണം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം പോലെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കമ്പനിയുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ഞാൻ FD ഇടാൻ ചെയ്യുമ്പോൾ നമുക്ക് FDയിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. എൻ്റെ കുറച്ച് കാശ് ഉണ്ടായി, ഞാൻ എൻ്റെ സ്വന്തം ഡിബഞ്ചർ ഞാൻ തിരിച്ചു വാങ്ങി അത് ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്തില്ല, കാരണം എനിക്ക് പ്രത്യേകിച്ച് ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. പീരിയോഡിക്കായിട്ട് കമ്പനി മറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ഡിബഞ്ചർ ഹോൾഡറാണ് ഇപ്പോൾ കമ്പനി എന്ന് പറയുന്നത്. സ്വന്തം ഡിബഞ്ചർ ആയാലും ആ കമ്പനി ഒരു ഡിബഞ്ചർ ഹോൾഡറാണ്. അവർക്ക് സാധാരണ കൊടുക്കണ പോലെ എന്ത് കൊടുക്കും, ഇൻട്രസ്റ്റ് കൊടുക്കും. കമ്പനിക്ക് അതൊരു ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അല്ല ഇത് പർച്ചേസ് ചെയ്യുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഫർദർ ഡേറ്റിൽ ഇമ്മീഡിയറ്റ് ഇപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഓൺ ഡിബഞ്ചർ എന്ന അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ നമ്മളത് കാണിക്കും. അത് കഴിഞ്ഞൊരു ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് അതൊന്നല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യാം. ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്തത് ആ എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ ഡിബഞ്ചർ ലയബിലിറ്റി കുറയും. ഓക്കെ, ഇതാണ് എന്താന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് തിരിച്ചു വാങ്ങുകയാണ്, അതിൻ്റെ ജേർണൽ എൻട്രിയാണ് എഴുതുന്നത് ഓൺ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് എഴുതാറ്. നമ്മൾ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് പോകണം. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ജേർണൽ എൻട്രി എന്ന് വെച്ചാൽ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. അപ്പോൾ നമ്മൾ സാധാരണ കഴിഞ്ഞ മെത്തേഡിലൊക്കെ പഠിച്ച പോലെ ഡിബഞ്ചർ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് എഴുതാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യണ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറും. പക്ഷേ ഈ മെത്തേഡിൽ നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല, അത് അപ്പോഴും അതേ എമൗണ്ടിൽ തന്നെ നിലനിൽക്കുകയാണ്. അതിന് പകരം നമ്മൾ പുതിയൊരു വേറൊരു അക്കൗണ്ട് തുറന്നിട്ട് അതിലേക്കാണ് ഈ എമൗണ്ട് ആ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ അസറ്റ് ആയതുകൊണ്ട് അസറ്റുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് കൊടുത്തു, ടു ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയത് കൊണ്ട് ക്രെഡിറ്റ് കൊടുത്തു. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം പാസ്സാക്കേണ്ട ജേർണൽ എൻട്രി. അടുത്തത് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇപ്പോഴാണ് ശരിക്കും അന്ന് നമ്മൾ ബൈബാക്ക് ചെയ്ത ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ ലൈബിലിറ്റി ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് ഡെബിറ്റ് കൊടുക്കണം, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ഇനി ഏത് അക്കൗണ്ട് ഇതോടുകൂടി ക്ലോസ് ആക്കണം, നമ്മൾ നേരത്തെ ബൈബാക്ക് ചെയ്തപ്പോൾ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എന്ത് ബാലൻസാണ് കൊടുത്തിരുന്നത്, ഡെബിറ്റ് ബാലൻസാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇങ്ങനെ ബൈബാക്കും ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ലാഭം നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ബൈ ചാൻസ് നമുക്ക് ലോസ് ആണെങ്കിൽ എന്തായിരിക്കും, അതിന് ക്രെഡിറ്റ് കൊടുക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഡെബിറ്റ് കൊടുക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് കൊടുക്കുക. സാധാരണ ലോസ് ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് അത് ജേർണൽ എൻട്രി ഞാൻ പഠിപ്പിക്കുക. അത് തന്നെയാണ് വരാറുള്ളൂ. അതായത് നമ്മൾ ഡിബഞ്ചർ ഇപ്പോൾ ബൈബാക്ക് ചെയ്തത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലത്തെ സ്ലൈഡിൽ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 20ൽ ഞാനത് ബൈബാക്ക് ചെയ്തപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ജേർണൽ എൻട്രി എഴുതി. എന്താണ്, ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജേർണൽ എൻട്രി എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2022ലാണത് ക്യാൻസൽ ചെയ്യാനായിട്ട് പോണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അന്നാണ് നമ്മൾ 20ൽ ബൈബാക്ക് ചെയ്ത ആ ഡിബഞ്ചറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ടിൽ നിന്ന് ക്യാൻസൽ ചെയ്യേണ്ടത്. ഡിബഞ്ചർ ലൈബിലിറ്റി ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനായിട്ട് അതിന് ഡെബിറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ അന്ന് ബൈബാക്ക് ചെയ്തപ്പോൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ്, ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആയിരുന്നു. അതുകൊണ്ട് അതിന് ഡെബിറ്റ് കൊടുത്തിരുന്നു. അത് നമുക്ക് ക്യാൻസൽ ചെയ്യണം. അതിന് നമ്മൾ
ക്രെഡിറ്റ് കൊടുത്തു. ഇനി ഇങ്ങനെ ഈ ബൈബാക്കും ക്യാൻസലേഷനും ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അഥവാ നമുക്ക് ലോസ് ആണ് ഉണ്ടായെന്ന് വെച്ചാൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ക്യാൻസലേഷൻ്റെ ജേർണൽ എൻട്രി വരിക. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇനി അവസാനം എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്താണ്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അതേസമയം നമുക്ക് നേരത്തെ ലോസ് ആണെങ്കിൽ നമ്മളത് ക്യാപിറ്റലിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ്. ഞാൻ ലോസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. സാധാരണ മോസ്റ്റ് പ്രോബബ്ലി അത് വരാറില്ല. നമുക്ക് അങ്ങനെ അതായത് നമുക്ക് ഹോൾഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 20ൽ പർച്ചേസ് ചെയ്തവർ എന്നാ വിൽക്കണമല്ലോ, അല്ലെങ്കിൽ എന്നാ ക്യാൻസൽ ചെയ്യണമല്ലോ? 2022 ക്യാൻസൽ ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി നിങ്ങൾ പഠിച്ചാൽ മതി. ലോസിൻ്റെ ജേർണൽ എൻട്രി പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ലോസ് ആണെങ്കിൽ രണ്ടാമത്തെ ജേർണൽ എൻട്രിയിൽ ഡെബിറ്റ് കൊടുക്കുക. അത് നമ്മൾ മൂന്നാമത്തെ ജേർണൽ എൻട്രിയിൽ അവിടെ ഡെബിറ്റ് കൊടുത്താൽ ക്യാൻസൽ ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കൊടുക്കണം. എവിടെ നിന്ന് നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ജേർണൽ എൻട്രിയാണ് ക്യാൻസലേഷനെ നമുക്ക് ബൈബാക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പർപ്പസിന് വേണ്ടി ബൈബാക്ക് ചെയ്തത്. ഒന്നല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യാം. നമ്മൾ ക്യാൻസൽ ചെയ്യാണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ രണ്ട് ജേർണൽ എൻട്രിയാണ് നമ്മൾ പാസ്സാക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യാണ്ട് അത് റീഇഷ്യൂ ആണ് ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ അതിലത്തെ ജേർണൽ എൻട്രി നമുക്ക് നോക്കാം. റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടണം, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി ഈ റീഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലോസും ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ നമുക്ക് സാധാരണ പ്രോഫിറ്റ് ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ മേ ബി എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ലോസോ പ്രോഫിറ്റോ രണ്ടിനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവാം. അപ്പോൾ അതിന് രണ്ടിൻ്റെയും ജേർണൽ എൻട്രി നമ്മൾ എഴുതണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ലോസ് ആണെങ്കിൽ അത് വരും. ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ടു പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജേർണൽ എൻട്രി നമ്മൾ സാധാരണ റീഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു. നമ്മൾ ഏതാണ് നമ്മൾ ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അത് ക്യാൻസൽ ചെയ്യാനായിട്ട് അസറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, അതാണ് നോർമൽ ജേർണൽ എൻട്രി. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് കൊടുക്കുക. അപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിൽ ഏതെങ്ങനെ വരുള്ളൂ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ജേർണൽ എൻട്രിയാണ് വരിക. അതേസമയം പ്രോഫിറ്റ് ആണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ഇനി അത് ആസ് യൂഷ്വൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ ആ ലോസ് ആണെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ റിസർവിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ. ലോസ് ആണെങ്കിൽ അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരിക? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് വരും. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ നമുക്ക് ഉണ്ടായ ഈ ലോസോ പ്രോഫിറ്റോ നമ്മളതിലേക്ക് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതാണ് റീഇഷ്യൂ ആണെങ്കിൽ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റീഇഷ്യൂ ആയിരിക്കും. രണ്ടും ഒരു ക്വസ്റ്റ്യനിൽ വരില്ല. അപ്പോൾ ക്യാൻസലേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ജേർണൽ എൻട്രി എഴുതുക. റീഇഷ്യൂ ആണെങ്കിൽ ഇപ്പോൾ പഠിച്ച ഈ രണ്ട് ജേർണൽ എൻട്രി എഴുതുക. ഏറ്റവും ആദ്യം പഠിച്ചത് രണ്ട് കേസിലും വരും. കാരണം നമ്മൾ ആദ്യം ബൈബാക്ക് ചെയ്യേണ്ട ജേർണൽ എൻട്രി എഴുതണം. അത് കഴിഞ്ഞിട്ട് റീഇഷ്യൂ ആണെങ്കിൽ ഇത് എഴുതുക, ക്യാൻസലേഷൻ ആണെങ്കിൽ നേരത്തെ പഠിച്ച രണ്ട് ജേർണൽ എൻട്രി എഴുതിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കാനായിട്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ഒന്നല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്തു എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.